इथेनॉल के कारण कोई गाड़ी में कोई तकलीफ हुई ऐसा एक भी उदाहरण नहीं। ഇപ്പോൾ E20 पेट्रोल ഒഴിക്കുന്നത് വഴി 20-30% മൈലേജ് ഡ്രോപ്പ് ഉണ്ട്. 4 दिन पहले E20 का अंदर पेट्रोल डलवाया था, माइलेज ड्रॉप देखो 6.3। പെട്രോളിലെ എഥനോൾ 20% ഉയർത്താനുള്ള തീരുമാനം റദ്ദാക്കണമെന്ന പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം 11.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചാണ് 23.25 കോടി ടൺ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇത്ര വലിയൊരു തുക ഇന്ത്യക്ക് പുറത്തേക്ക് ഒഴുകുന്നത് കുറയ്ക്കാനാണ് എത്തനോൾ പെട്രോളിൽ മിക്സ് ചെയ്യുന്നത്. 2014 മുതൽ 2024 വരെ എത്തനോൾ മിക്സ് ചെയ്ത കാരണം ഇന്ത്യ 1,44,000 കോടി രൂപ ലാഭിച്ചു എന്നാണ് പറയുന്നത്. 20% എത്തനോൾ മിക്സ് എന്ന നിലയിലെത്തുമ്പോൾ ഈ വർഷം മാത്രം 43,000 കോടി രൂപയാണ് രാജ്യം ലാഭിക്കുമെന്ന് പറയുന്നത്. പരിസ്ഥിതിക്ക് വളരെ നല്ലത് തന്നെയാണ് E20 ഫ്യൂവൽ എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പക്ഷേ രാജ്യത്തിനും പരിസ്ഥിതിക്കും വേണ്ടി നമ്മൾ സാധാരണക്കാർ കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്നാണല്ലോ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത്. 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ഫേസ് ചെയ്യേണ്ടി വരിക. അതിലൊന്നാമത്തത് പ്യൂർ പെട്രോളിനേക്കാൾ 34% എനർജി ഡെൻസിറ്റി പ്യൂർ എത്തനോളിൽ കുറവാണ്. മറ്റൊന്നും കണക്കിലെടുക്കാതെ പറയുകയാണെങ്കിൽ പ്യൂർ പെട്രോളിൽ നിന്ന് കിട്ടുന്ന സെയിം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ E20ക്ക് 7% കൂടുതൽ ഇന്ധനം നമ്മുടെ വാഹനം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും 7% മൈലേജ് കുറയുമെന്ന് പറയാം. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തനോളിന്റെ ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ തന്നെയാണ്. അതായത് എത്തനോളിന് അന്തരീക്ഷത്തിലുള്ള ജലാംശം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇത് കാരണം ടാങ്കിന്റെ അടിത്തട്ടും ഫ്യൂവൽ ലൈനുകളും തുരുമ്പിക്കാൻ കാരണമാകുമെന്ന് മാത്രമല്ല ഇത്തരം റസ്റ്റ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യുന്നതിലൂടെ ഫ്യൂവൽ സിസ്റ്റം തന്നെ ഡാമേജ് ചെയ്യാൻ കാരണമാകും. നോർമൽ ഇൻഷുറൻസിൽ എഞ്ചിൻ ഡാമേജിന് കവറേജ് ഇല്ലെങ്കിൽ പോലും ചില ആഡ് ഓൺ പ്ലാനുകളിൽ ഓണേഴ്സ് മാനുവലിൽ പറഞ്ഞിട്ടുള്ള ഫ്യൂവൽ അല്ലാതെ കമ്പാറ്റബിൾ അല്ലാത്ത മറ്റേതെങ്കിലും ഫ്യൂവൽ ഉപയോഗിച്ചാൽ, അതായത് E10 ഫ്യൂവൽ എന്ന് ഓണേഴ്സ് മാനുവലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ E20 ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യാം. ഇൻഷുറൻസിലെ അതേ കണ്ടീഷൻസ് വെച്ച് തന്നെ എഞ്ചിൻ വാറന്റിയുടെ കാര്യത്തിലും കമ്പനികൾ കൈമലർത്താൻ സാധ്യതയുണ്ട്. E20 പെട്രോൾ പഴയ വാഹനങ്ങളിൽ ഒഴുക്കുന്നത് പ്രശ്നമാണെന്ന് അറിയാവുന്ന ഗവൺമെന്റ് രാജ്യത്തെ ഏകദേശം 70% E20 പെട്രോൾ കമ്പാറ്റബിൾ അല്ലാത്ത വാഹനങ്ങളുടെ ഉടമസ്ഥരുടെ പ്രശ്നങ്ങൾ കാണേണ്ടതാണ്.